നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്നും പ്രകോപനപരമായ വാർത്തകളാണ് അനുദിനം പുറത്തു വരുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ലഷ്കർ എ തോയ്ബയുടെ കേന്ദ്രങ്ങളും അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർത്തിരുന്നു. ആ ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനകൾ ഒരുമിച്ച് ഒരു സംയുക്ത യോഗം ചേർന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മാത്രമല്ല, അവർ ഒരുമിച്ച് സംയുക്തമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തുവാനും ചാവേർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കാനുമുള്ള ഒരു യോഗമാണ് ചേർന്നത് എന്നാണ് ശരിക്കും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഈ യോഗത്തിൽ നിന്നുള്ള ചില ഫോട്ടോകൾ ലഭിച്ചെന്ന് അവകാശപ്പെട്ട് നമ്മുടെ ദേശീയ മാധ്യമമായ NDTV ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബഹുവാൽപൂരിലാണ് ജെയ്ഷയുടെ ആസ്ഥാനം. നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബഹുവാൽപൂർ നമ്മുടെ ആക്രമണത്തിൽ, ബ്രഹ്മോസിൻ്റെ അതിശക്തമായ ആക്രമണത്തിൽ ബഹുനില കെട്ടിടമായ ബഹുവാൽപൂർ, അവിടെ അവരുടെ ആസ്ഥാനം ട്രെയിനികൾക്ക്, അതായത് ചാവേറാകാൻ വരുന്ന ട്രെയിനികൾക്ക് പരിശീലനം, ബാക്കി ചാവേറിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു, ഈ ജെയ്ഷയുടെ കേന്ദ്രമായിരുന്നു ബഹുവാൽപൂരിലേത്. ആ ബഹുവാൽപൂരിലെ ആക്രമണത്തിൽ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ ഏകദേശം 10-12ഓളം പേരാണ്, കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആ കുടുംബത്തെ ഒന്നടങ്കം അങ്ങനെ ജെയ്ഷയെ തകർത്തിരുന്നു. എന്നാൽ ആ ജെയ്ഷയും ഇപ്പോൾ ലഷ്കർ എ തോയ്ബയും കൂടി ഒരുമിച്ച് ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള യോഗമാണ് ചേർന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ പാകിസ്ഥാനിലെ ബഹുവാൽപൂരിലെ ജെയ്ഷയുടെ ആസ്ഥാനത്താണ് ഈ രണ്ട് ഭീകര സംഘടനകളിലെയും നിരവധി കമാൻഡർമാരടക്കം പങ്കെടുത്ത യോഗം നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ജെയ്ഷയും ലഷ്കർ എ തോയ്ബയും സംയുക്തമായി പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ നമുക്ക് ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിവയ്ക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും NDTVയുടെ റിപ്പോർട്ടിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സൈന്യം തകർത്ത പ്രധാന കേന്ദ്രങ്ങളൊന്നായിരുന്നു ജെയ്ഷെ ആസ്ഥാനമായ ബഹുവാൽപൂർ. ഇവിടെ വെച്ചാണ് ജെയ്ഷെ ലഷ്കർ അംഗങ്ങളുടെ വലിയ യോഗം നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി ജെയ്ഷെ കമാൻഡർമാർക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടെന്നും NDTV റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേനകൾ തകർത്ത് തരിപ്പണമാക്കിയ പല ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാനിൽ പുനർനിർമ്മിക്കുന്നതായി നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. പാക് അധീന കാശ്മീരിലെ റവാൽകോട്ടിൽ ഇന്ത്യൻ സേന തകർത്ത ലോഞ്ച് പാഡുകളടക്കം ഭീകരർ പുനർനിർമ്മിക്കുന്നതായാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. ചെങ്കോട്ട ആക്രമണത്തിന് ശേഷം പുതിയ ആക്രമണങ്ങൾക്കായി ജെയ്ഷയുടെ നേതൃത്വത്തിൽ പുതിയ ചാവേർ സംഘത്തെ തയ്യാറാക്കുന്നതായും കഴിഞ്ഞ മാസം പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെയ്ഷയും ലഷ്കറയും യോജിച്ച് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ തെളിവുകളും ദേശീയ മാധ്യമം പുറത്ത് വിട്ടിരിക്കുന്നത്. ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം അവരുടെ രണ്ടുപേരുടെയും, ജെയ്ഷയുടെ ആയാലും ലഷ്കർ എ തോയ്ബയുടെ ആയാലും ലക്ഷ്യം ഇന്ത്യയാണ്. ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യം. ഇപ്പോൾ ഇവർ ഒറ്റയ്ക്കായി പോരാടുന്നതിനെക്കാട്ടി രണ്ടുപേർ ഒരുമിച്ച് വളരെ ശക്തിയോടെ ഇന്ത്യയെ ആക്രമിക്കാം എന്നാണ് ഇവരുടെ ധാരണ. അതിൻ പ്രകാരമാണ് ഇപ്പോൾ യോഗങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ സൈനിക ഫീൽഡ് മാർഷലായ നമ്മുടെ അസീം മുനീർ അല്പം കൂടി ശക്തമായി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുകളിലുള്ള ഒരു സ്ഥാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ അസീം മുനീറിൻ്റെ വാക്കാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ അസീം മുനീർ എന്ന കൊടും തീവ്രവാദിയാണ് അസീം മുനീർ. വെറും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരു തീവ്രവാദിയാണ് അസീം മുനീർ. ആ അസീം മുനീർ തലപ്പത്ത് വന്നപ്പോൾ അസീം മുനീറിൻ്റെ ആശയമായിരിക്കാം ഇരു സംഘടനകളെയും, ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇനി പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദി സംഘടനകളെ പല മേഖലകളിലായി പല ഇടങ്ങളിലായി ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ ചെറുതും വലുതുമായ ഇവരുടെ പോഷക സംഘടനകളെ അടക്കം ഒരുമിച്ച് കൂട്ടി ഒരു കുടക്കീഴിലാക്കി അസീം മുനീർ നേതൃത്വം കൊടുത്തുകൊണ്ട്, രഹസ്യമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ അസീം മുനീർ സ്വപ്നം കാണുന്നത് പോലെ തന്നെ അത് സംഭവിക്കും. അതായത് ആക്രമണം വന്നാൽ ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും പുനരാരംഭിക്കും. ആ രണ്ടാം സിന്ദൂറിൽ
ഈ പറഞ്ഞ അസീം മുനീർ തന്നെ ബാക്കിയോടെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. തലയ്ക്ക് വെളിവില്ലാത്ത നേരം ഇങ്ങനെ പല ചിന്തകളും വരുമല്ലോ. അപ്പോൾ അസീം മുനീർ ക്ഷണിച്ചു വരുത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ പോയി ഒരു താണ്ഡവം മാടി തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ താണ്ഡവം കഴിയുമ്പോൾ എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ മിച്ചമുണ്ടാകുന്നത്, ആരൊക്കെയാണ് മിച്ചമുണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും കാലം കാത്തു വച്ചൊരു മറുപടി പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഭാഗത്തിൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.